ഞാൻ ഈ കുറച്ച് നാളുകളേറെയായി കിനാവ് കാണുകയാണ്. അഡ്രിയാൻ ലൂണ എന്ന മനുഷ്യൻ ആരവങ്ങൾക്കിടയിൽ നിർവികാരനായി നിൽക്കുന്നുണ്ട്. അയാളുടെ കണ്ണുകളിൽ ആനന്ദത്തിൻ്റെ കണ്ണുനീർ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ചുറ്റിൽ നിറഞ്ഞു നിൽക്കുന്നവർക്കും അതിൻ്റെ സാമ്യതയുണ്ട്. ഒരുപക്ഷെ ഈ ചിത്രത്തിലെന്ന പോലെ ആ ആൾക്കൂട്ടത്തിൽ നിന്നും അയാളുടെ കരങ്ങൾ ആ കിരീടം ഉയർത്തിപ്പിടിച്ച് ചുംബിക്കുന്നുണ്ട്. എന്തൊരു സുന്ദരമായ കാഴ്ചയാണല്ലേ! ഇത്രയേറെ വർഷം ഞാൻ കാത്തിരുന്ന ആ നിമിഷം എന്നിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയുമായിട്ടായിരുന്നു ഈ ഒരു സീസണും ആരംഭിക്കുന്നത്. വന്നവർ പലരും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും വിധത്തിലുള്ള ചിന്തകൾ പകർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മുൻ ചിന്തകൾക്കൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നേയില്ല. വീണ്ടും ചരിത്രം അതിൻ്റെ പുനരാവിഷ്കരണം തീർക്കുവാൻ തുടങ്ങി. പ്രതീക്ഷകളിൽ മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഓരോ ആരാധകനൊപ്പം എൻ്റെയും വിശ്വാസങ്ങൾ നശിക്കുവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് ആ വിശ്വാസം മണ്ണടിഞ്ഞ സ്ഥലത്തു നിന്നും പുതിയ പ്രതീക്ഷകൾ മുളപൊട്ടി ഉണരുവാൻ തുടങ്ങിയിരിക്കുന്നു. വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും പ്രൊട്ടസ്റ്റുകൾക്കും ഇടയിൽ നിന്നും അഗ്നിച്ചിറകുമായി ബ്ലാസ്റ്റേഴ്സ് ഉയർത്തി നിൽക്കുകയായിരുന്നു. തുടർച്ചയായ പരാജയമറിയാത്ത മത്സരങ്ങളിൽ നിന്നും ഒന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്ന് അവർ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതെ, അപ്പോഴാണ് ഞാൻ വെറുതെ ചിന്തിച്ചു പോകുന്നത്, ഇനി ഈ ഒരു പ്രതീക്ഷയും നൽകാതെ ഈ ഒരു സീസണിൽ ചരിത്രം പിറക്കുമോ എന്ന്. അതെ, ആ വിശ്വാസത്തിലാണ് ഇനിയുള്ള മത്സരങ്ങൾ കാണുവാൻ പോകുന്നത്. അവർ വിജയിക്കണം, ഇവർ പരാജയപ്പെടണമെന്നൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല. ഇനി മുന്നോട്ടുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യണം. തോൽക്കുന്നെങ്കിൽ പൊരുതി തന്നെ തോൽക്കണം. വിധി എന്താണെങ്കിലും ഏതാണെങ്കിലും ഒരു ആരാധകൻ എന്ന നിലയിൽ എനിക്ക് നാളെ തലയുയർത്തി അതിനോടെല്ലാം മറുപടി നൽകുവാൻ സാധിക്കണം. കണക്കുകൾ പോകും വഴി പലതും പറഞ്ഞു തീർക്കാനുണ്ടാകും. പ്രതിഷേധങ്ങൾക്ക് കുടപിടിക്കുന്നവർക്ക് അതിൽ ശ്രദ്ധയും കൊടുക്കാം. പക്ഷേ ഇനി വരുന്ന ഓരോ മത്സരങ്ങളിലും മരണത്തിന് മാത്രമേ നിങ്ങൾ കീഴടങ്ങാൻ പാടൂ. പുതിയ കോച്ച്, പുതിയ കളിക്കാർ, പുതിയ ലൂണ, ദൈവപുത്രൻ, കരിമ്പുലി, അങ്ങനെ ആരും വിജയങ്ങളുടെ ലേബൽ സ്വയം ഏറ്റെടുക്കേണ്ടതില്ല. വരും ദിവസങ്ങളിൽ എതിരാളികൾക്ക് മുന്നിൽ അന്തകനായി തീരേണ്ടത് നിങ്ങൾ എല്ലാവരും അടങ്ങുന്ന ആ ടീം തന്നെയാണ്. ഈ ഒറ്റ ഉയർപ്പിൽ ഉറക്കം പോയ ടീമുകളുണ്ട്. വിമർശനം എഴുതുവാൻ വിറച്ചു പോയവരുണ്ട്. അതിൻ്റെ സംഹാരം എന്താണെന്നറിയുവാൻ നിങ്ങൾ ഇതിൻ്റെ വിധി കുറിക്കുക തന്നെ വേണം. അതിന് സമയമായിരിക്കുന്നു. കനൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളുമെന്നതിൻ്റെ മാതൃകയായി നിങ്ങൾ നാളെ മാറണം. അത് സാക്ഷിയാകുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതെ, ഈസ്റ്റ് ബംഗാളും കടന്ന് അടുത്തവന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. വി ട്രസ്റ്റ് യു ബ്ലാസ്റ്റേഴ്സ്. എൻ്റെ സ്വപ്നം ഞാൻ ഉണരുമ്പോഴും സത്യമെന്ന് തെളിയട്ടെ. അത് നാളെ നിങ്ങളുടെയും കൂടിയാകട്ടെ. വെയിറ്റ് ഫോർ ദാറ്റ് മൊമെന്റ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വീണ്ടും ഐഎസ്എല്ലിൽ വിജയവടിയിലേക്ക് തിരിച്ചു വരും. തുടർച്ചയായ 3 പരാജയങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലീൻ ഷീറ്റ് വിജയമേഖല. എവിടെയാണോ നിർത്തിയത് അവിടെ തുടങ്ങുന്നു.